വിതുരന്റെ യുദ്ധാനന്തരമുള്ള തിരിച്ചുവരവ്. വിതുരൻ ഹസ്തിനപുരം വിട്ടതിനു ശേഷം ഭാരതവർഷത്തിലുള്ള എല്ലാ പുണ്യനദികളിലും തീർത്ഥാടനം ചെയ്തു. ഭഗവാനാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തി ഭാവത്താൽ പരിപൂതമാക്കപ്പെട്ട തീർത്ഥങ്ങൾ മുഴുവൻ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം വൃന്ദാവനത്തിൽ പോയി ഗോവർദ്ധന പർവ്വതഛായയിൽ അല്പകാലം കഴിച്ചു. അവിടെ നിന്ന് ബഹുദൂരം നടന്ന് നർമ്മദാ നദീതീരത്തെത്തി. സദാ നിർമ്മലമായ ആ നദീജലത്തിൽ സ്നാനം ചെയ്തു. പിന്നീട് അദ്ദേഹം പുഷ്കരതീർത്ഥം സന്ദർശിച്ചു. അടിക്കടി പല പല നദികളിലുള്ള സ്നാനവും ദേഹത്തോടുള്ള അശ്രദ്ധയും മൂലം മുടി ജട പിടിച്ചു. മരവുരുടുത്തും ദേഹമാസകലം പൊടിയും ചളിയും പുരണ്ടും അദ്ദേഹം ഭൂമി മുഴുവൻ ചുറ്റി നടന്നു. അദ്ദേഹത്തിന് നാരായണപാദാശ്രയമെന്ന ഒരേ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണന്റെ പ്രിയ സങ്കേതമായ പ്രഭാസത്തിൽ വിതുരൻ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ധൃതരാഷ്ട്ര കുടുംബത്തിന്റെ ഉന്മൂലനാശത്തെപ്പറ്റി അദ്ദേഹം അറിഞ്ഞു. തികച്ചും ബന്ധവിമുക്തനായിട്ടുണ്ടെങ്കിലും ഹൃദയം ദുഃഖവിവശമായിട്ട് അദ്ദേഹം സരസ്വതീ തീരത്തേക്ക് നടന്നു. അവിടെ നിന്ന് യമുനാ തീരത്തേക്കും യാത്ര തുടർന്നു. യമുനാ തീരത്ത് വെച്ച് അദ്ദേഹം ഉദ്ധവനെ കണ്ടു. ഭ്രമവിദ്യോപാസനയ്ക്കായി മൈത്രേയ മഹർഷിയുടെ സമീപത്തേക്ക് ഉദ്ധവൻ അദ്ദേഹത്തെ യാത്രയാക്കി. വിതുരൻ കുറച്ചുകാലം മൈത്രേയാശ്രമത്തിൽ താമസിച്ച ശേഷം അവിടെ നിന്ന് ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. യുധിഷ്ഠിരനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും കാണുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രന്റെ പാദങ്ങൾ വന്ദിച്ച് അദ്ദേഹത്തെയും ഗാന്ധാരിയെയും സമാധാനിപ്പിക്കാനും വിതുരന് മോഹമുണ്ടായി. ബദരികാശ്രമം പ്രാപിച്ച് ദേഹം വെടിയും മുമ്പ് താൻ അവശ്യമായി ചെയ്യേണ്ട ധർമ്മമാണ് അതെന്ന് വിതുരന് തോന്നി. യുധിഷ്ഠിരന്റെ രാജ്യഭാരം തുടങ്ങിയിട്ട് 35 വർഷം കഴിഞ്ഞു. ഐഹിക ബന്ധം വിച്ഛേദിക്കാനുള്ള കഴിവ് യുധിഷ്ഠിരനുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി സ്വയം കുറ്റപ്പെടുത്തുന്നത് തെറ്റും നിഷ്ഫലവുമാണെന്ന് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഭൂമി സന്തുഷ്ടയായി, ഭൂമി ഫലഭൂയിഷ്ഠയായി, ജനങ്ങൾ തൃപ്തരായി, ധാരാളം മഴ പെയ്തിരുന്നു. ഗോക്കൾ അമൃതസമാനമായ പാൽ ചുരത്തി. ചോരന്മാർ ഉണ്ടായിരുന്നില്ല. മനുഷ്യരെല്ലാം സാത്വികന്മാരായിരുന്നു. പെട്ടെന്ന് യുധിഷ്ഠിരൻ ആകാശത്തിൽ ദുശ്ശകുനങ്ങൾ കണ്ടു. ഇതിനു മുമ്പൊരിക്കൽ ആ വിധം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിരുന്നു. അതേ ഗ്രഹങ്ങൾ താരതമ്യേന അതേ സ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്നു. ഇത് ലോകത്തിന് വരാനിരിക്കുന്ന ഒരാപത്തിന്റെ മുന്നോടിയാണ്. ആകാശത്തിൽ കണ്ട ദുർലക്ഷണങ്ങളെപ്പറ്റി വ്യസനാക്രാന്തനായിരിക്കുമ്പോൾ ഹസ്തിനപുരത്തിൽ വിതുരൻ വന്നു ചേർന്നു. സന്തോഷവും ആശ്ചര്യവും കൊണ്ട് ഹൃദയം നിറഞ്ഞതിനാൽ യുധിഷ്ഠിരന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പ്രേമബദ്ധനായി വിതുരനെ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. രാജകുടുംബാംഗങ്ങൾ എല്ലാവരും, ധൃതരാഷ്ട്രർ, യുയുത്സു, സഞ്ജയൻ, കൃപൻ, കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര, ദ്രോണപത്നി കൃപി, യുധിഷ്ഠിര സഹോദരന്മാർ എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വിതുരനും ധൃതരാഷ്ട്രരും തമ്മിലുണ്ടായ ഒത്തുകൂടൽ വളരെ മൃദുലമായിരുന്നു. വയോവൃദ്ധനായ വിതുരനെ വളരെ നാളായി കാണാഞ്ഞതുകൊണ്ട് ശ്വാസം നിലച്ചൊരാൾക്ക് ജീവൻ വീണ്ടുകിട്ടിയാൽ എന്ന പോലെ സന്തോഷത്തോടുകൂടി ധൃതരാഷ്ട്രർ അനുജനെ ആലിംഗനം ചെയ്തു. സന്തോഷത്തിന്റെ ആദ്യ വികാര വിക്ഷോഭങ്ങൾ ശമിച്ചപ്പോൾ അവരെല്ലാവരും അകത്തേക്ക് പോയി. അതിഥിക്ക് ഭക്ഷണം നൽകി വിശ്രമത്തിന് സൗകര്യമുണ്ടാക്കി. അതിനുശേഷം യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ഇത്രയും കാലം എവിടെയായിരുന്നു? എന്താണ് ചെയ്തിരുന്നത്? പക്ഷിക്കുഞ്ഞുങ്ങൾ ഒരു തള്ളപ്പക്ഷിയുടെ ചിറകിൻ കീഴിൽ എന്ന വിധം ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ അങ്ങയുടെ സംരക്ഷണത്തിൽ വളർന്നു വന്നു. അങ്ങയുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അമ്മയോടുകൂടി അരക്കില്ലത്തിൽ കിടന്ന് എത്രയോ കാലം മുമ്പ് മരിക്കുമായിരുന്നു. ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു? എന്തെല്ലാം ചെയ്തു? അങ്ങ് സ്നാനം ചെയ്ത തീർത്ഥങ്ങൾ ഏതെല്ലാമാണ്? മഹാപ്രഭു, ഭഗവത് സ്വരൂപം തന്നെ സദാ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേപ്പോലുള്ളവർ തന്നെ തീർത്ഥങ്ങളാണ്. സാധാരണക്കാർ അശുദ്ധമാക്കുന്ന നദികൾ അങ്ങ് തൊട്ടാൽ തീർത്ഥങ്ങളായിത്തീരുന്നു. ഞാൻ സ്വർഗവാസിയാണ്. ഭൂമിയിൽ വരുന്നതായാൽ പാപിഷ്ഠന്മാർ എന്നിൽ സ്നാനം ചെയ്ത് എന്നെ ദുഷിപ്പിച്ച് എന്റെ വിശുദ്ധി ഇല്ലാതാകും. ഇത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭൂമിയിലേക്ക് വരുവാൻ ഭഗീരഥൻ താണുവീണ് അപേക്ഷിച്ച സമയം ഗംഗാദേവി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധരും തപസ്സികളുമായ മനുഷ്യർ നിന്നിൽ സ്നാനം ചെയ്യും. അവർ നിന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് തന്നെയിരിക്കും. അവരെ തീർത്ഥരൂപന്മാർ എന്ന് പറയുന്നു എന്നും ഭഗീരഥൻ മറുപടി പറയുകയുണ്ടായി. ഇത്രയും കാലം അങ്ങയ്ക്ക് എന്തെന്ത് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങളോട് പറയുക.
അങ്ങയുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ അക്ഷമരാണ്. താൻ ചെയ്തതെല്ലാം വിതുരൻ അവരെ ധരിപ്പിച്ചു. അദ്ദേഹം താൻ സന്ദർശിച്ച നിരവധി പുണ്യ തീർത്ഥങ്ങളെപ്പറ്റിയെല്ലാം വിവരിച്ചു. വിതുരൻ കുറച്ചുകാലം കൊട്ടാരത്തിൽ അവരൊന്നിച്ചു താമസിച്ചു. അധിക സമയവും ചിലവഴിച്ചത് നിർഭാഗ്യവാനായ ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രരോടൊരുമിച്ചായിരുന്നു.